1/2 കിലോ മട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ മട്ടൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നിന്ന് മട്ടൻ വാങ്ങിക്കുമ്പോൾ അവർ ഫാറ്റൊക്കെ കളഞ്ഞിട്ടാണ് തരിക. അതുകൊണ്ട് തന്നെ ക്ലീനാക്കാൻ നല്ല എളുപ്പമാണ്. മട്ടൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം, മട്ടൻ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇപ്പോഴേ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. മട്ടൻ വേവണ സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് അതേപോലെ കുറച്ച് വലിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. 2 സബോള അതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം. ഇതെല്ലാം കൂടിയിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ. നൈസായിട്ടൊന്നും പൊടിക്കേണ്ട, ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരുപാട് വേവിക്കൊന്നും വേണ്ട, ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ അരിഞ്ഞ് വെച്ചേക്കണം സബോള ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇടിച്ച് വെച്ചേക്കണില്ലേ ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പൊടി ചേർത്തിട്ട് ഇങ്ങനെ വഴറ്റുമ്പോഴാണ് നല്ലൊരു മണമുണ്ട് കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. നല്ലതുപോലെ വഴറ്റിയെടുത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഉരുളക്കിഴങ്ങുമ്മ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മട്ടൻ വെന്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി, ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് നേരം നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ മട്ടനുമേ കൂടി പിടിക്കേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മൂടി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ളത് റെഡിയാക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ സബോള അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, ഒരു പകുതി സബോള മതി, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവണം. ഇതേപോലെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. മട്ടൺ നല്ല ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വറുത്തെടുത്ത് സബോള ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഫ്ലേവറൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാം. സാധാരണ നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു മട്ടൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ലേ, ഒരു മണം, കുത്തണ മണം, ഇതിന് അങ്ങനത്തെ ഒരു മണം ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൽ ഉരുളക്കിഴങ്ങ് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. മട്ടൻ്റെ എന്താ പറയുക, നെയ്യും ഒക്കെ ഉരുളക്കിഴങ്ങും പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ലഞ്ച് റെഡി. മട്ടൻ കറിയും മണിത്തക്കാളി ചീര ഉപ്പേരി ഉണ്ടായിരുന്നു, പപ്പടവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.